നമസ്കാരം. കാസർഗോഡ് ഇത്തവണയും ചുവപ്പണയും. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ ഘടകകക്ഷികൾക്കും പ്രിയങ്കരൻ. ചെങ്കോട്ടയിൽ ചെങ്കൊടിയേന്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒടുവിൽ കരുത്തനെ തന്നെ രംഗത്തിറക്കി. ഏറെ ബഹളങ്ങളില്ലാതെ, പിടിവലിയും പിടിവാശിയുമില്ലാതെ ഉത്തര കേരളത്തിൽ ചെങ്കൊടിയുടെ കാവൽക്കാരനാവാൻ പാർട്ടി ശക്തി കേന്ദ്രമായ തൃക്കരിപ്പൂർ പട്ടണയിൽ നിന്നും KP സതീഷ് ചന്ദ്രൻ എന്ന നിലവിലെ തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാംഗവും മുൻ കാസർഗോഡ് ജില്ലാ CPIM സെക്രട്ടറിയും പ്രഭാഷകനും ആദ്യകാല SFI DYFI നേതാവുമായ സതീഷ് ചന്ദ്രൻ കളത്തിലിറങ്ങുമ്പോൾ മണ്ഡലം ഇക്കുറിയും ചുവപ്പണിയും എന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. CPIM നേതാക്കളിൽ തലമുതിർന്ന അംഗവും പാർട്ടി പാർലമെന്ററി നേതാവും AKGയുടെ മരുമകനുമായ സഖാവ് P കരുണാകരൻ തുടർച്ചയായി 3 തവണ വിജയിച്ച മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ UDFന് വിജയസാധ്യതയുള്ളൂ. P കരുണാകരന് മുമ്പ് സഖാവ് T ഗോവിന്ദനായിരുന്നു മണ്ഡലത്തിന്റെ MP. മണ്ഡലത്തിൽ ഉൾപ്പെട്ട പെരിയ, കല്യോട്ട് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ CPIM പ്രതിസ്ഥാനത്താണെങ്കിലും വികസന കാര്യത്തിലും നിയമസഭാ കണക്ക് പ്രകാരവും മണ്ഡലത്തിൽ സാധ്യത CPIMന് തന്നെയാണ്. മാത്രമല്ല, ഘടകകക്ഷികളുടെ പ്രിയങ്കരനായ നേതാവ് എന്ന നിലയിൽ KP സതീഷ് ചന്ദ്രന് തന്നെയാണ് വിജയസാധ്യത. കഴിഞ്ഞ പ്രാവശ്യം മണ്ഡലത്തിൽ LDFന്റെ ലീഡ് കുറഞ്ഞത് ആശങ്ക പരത്തുന്നുണ്ടെങ്കിലും ഇന്ത്യൻ നാഷണൽ ലീഗ് മുന്നണി പ്രവേശനവും ഉദുമ, തൃക്കരിപ്പൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ പോക്കറ്റുകളിൽ ഇടതുപക്ഷ MLAമാർ നടത്തിയ വികസന മുന്നേറ്റം LDF സ്ഥാനാർത്ഥിക്ക് കരുത്തു പകരും. തൃക്കരിപ്പൂർ പട്ടേന കോട്ടയിൽ വീട് പുതിയടത്തുമേം സതീഷ് ചന്ദ്രൻ എന്ന KP സതീഷ് ചന്ദ്രൻ ജില്ലയിലെ അറിയപ്പെടുന്ന നേതാവ് കൂടിയാണ്. KK ഗോവിന്ദൻ നമ്പ്യാരുടെയും ശ്രീമതി കുങ്കുലക്ഷ്മി അമ്മയുടെയും മകനായി 1957 നവംബർ 23 നീലേശ്വരം പട്ടേനയിൽ ജനിച്ചു. സാമ്പത്തിക ശാസ്ത്രത്തിലും ചരിത്രത്തിലും ബിരുദം നേടിയ സതീഷ് ചന്ദ്രൻ മികച്ച സംഘാടകനും അറിയപ്പെടുന്ന സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകനും കൂടിയാണ്. SFI വഴി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച സതീഷ് ചന്ദ്രൻ SFI യൂണിറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി നീലേശ്വരം രാജാസ് ഹൈസ്കൂളിൽ നിന്നും തുടങ്ങി വിദ്യാർത്ഥി കാലയളവിൽ മടപ്പള്ളി കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറിയുമായിരുന്നു. തുടർന്ന് SFI ഹോസ്ദുർഗ് ഏരിയ പ്രസിഡന്റ്, SFI സ്റ്റേറ്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ്, സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 1991 മുതൽ DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റ്, സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, കാസർഗോഡ് ജില്ലാ കമ്മിറ്റി, DYFI ജോയിന്റ് സെക്രട്ടറി പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു. DYFIയിലും CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായി പാർട്ടി ഉന്നത സ്ഥാനത്തും എത്തി. SFI മുഖപത്രമായ സ്റ്റുഡന്റ് മാസിക എഡിറ്ററായും DYFI പ്രതിമാസ ജേണൽ യുവതാര എഡിറ്റർ ബോർഡ് അംഗമായും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 1996 2001 കേരള നിയമസഭയിലേക്ക് മെമ്പറായി തിരഞ്ഞെടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജില്ലയിലെ കരുത്തനായ മുന്നണി പോരാളിയായും അറിയപ്പെടുന്നു. പ്രഭാഷകനും ചിന്തകനും മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ജനകീയ നേതാവും കൂടിയാണ് KP സതീഷ് ചന്ദ്രൻ. ജില്ലയിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി KP സതീഷ് ചന്ദ്രന്റെ നാമം പ്രഖ്യാപിച്ചതോടുകൂടി ജില്ലയുടെ എല്ലായിടത്തും ഹർഷാരവങ്ങളോടെയാണ് പ്രവർത്തകരും ഘടകകക്ഷികളും വരവേറ്റത്. ഇതുതന്നെയായിരിക്കണം ഒരുപക്ഷെ KP സതീഷ് ചന്ദ്രൻ എന്ന ജനകീയ നേതാവിന്റെ ജനകീയത വെളിവാക്കുന്നത്. മാത്രമല്ല, കാസർഗോഡിലെ LDFന്റെ മുഖ്യ ഘടകകക്ഷിയായ ഇന്ത്യൻ നാഷണൽ ലീഗ് പ്രവർത്തകരുമായും നേതാക്കളുമായും മുമ്പേ തന്നെ നല്ല ബന്ധം പുലർത്തുന്ന KP സതീഷ് ചന്ദ്രൻ തന്നെ LDFന്റെ സ്ഥാനാർത്ഥിയായി വന്നതിൽ ഇന്ത്യൻ നാഷണൽ ലീഗ് പാളയത്തിലും വലിയ ആവേശത്തിലാണ്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. ദീപ ജ്വല്ലേഴ്സ്, നാടിന്റെ സ്വന്തം ജ്വല്ലറി.